السلام عليكم ورحمة الله. الحمد لله الحمد لله الواحد القهار غافر الذنب وقابل التوب وشديد العقاب. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها فإن كل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. أولم يروا إلى الطير فوقهم صافات ويقبضن ما يمسكهن إلا الرحمن إنه بكل شيء بصير. ആദരണീയനായ അധ്യക്ഷൻ എഞ്ചിനീയർ അൻവർ സാദത്ത്, എൻ്റെ മുൻപിലിരിക്കുന്ന പ്രിയപ്പെട്ട നേതാക്കന്മാർ, സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, ഇസ്ലാം, ഖുർആൻ, പ്രവാചകൻ എന്ന വിഷയത്തിൽ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അതിൻ്റെ ക്യാമ്പയിനിൽ ധാരാളം പരിപാടികൾ നടത്തിവരികയാണ്. കുറച്ചു കാര്യങ്ങൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ട് സൂചിപ്പിച്ച് വിടവാങ്ങുവാനാണ് നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ എഴുന്നേറ്റ് നിൽക്കുന്നത്. ഇസ്ലാം, ഖുർആൻ, പ്രവാചകൻ, ഇത് മൂന്നും ബന്ധപ്പെട്ട് കിടക്കുന്നതും മനുഷ്യർക്ക് മുമ്പിൽ സമകാലീനമായ സാഹചര്യങ്ങളിൽ വളരെ കാമ്പും കഴമ്പും നിറഞ്ഞ രൂപത്തിൽ ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ടതുമായ വിഷയങ്ങളാണ്. ഇസ്ലാമിനെയും ഖുർആനിനെയും പ്രവാചകരെയും സംബന്ധിച്ച് സംസാരിക്കുക എന്നുള്ളത് എനിക്ക് അനുവദിക്കപ്പെട്ട 1 മണിക്കൂറിനുള്ളിൽ തീർക്കാവുന്നതോ ഒരു ദിവസം കൊണ്ട് പ്രഭാഷണം നടത്തിയാൽ തീർന്നുപോകുന്നതോ ആയ വിഷയമല്ല അത് എന്ന് നിങ്ങൾക്കെല്ലാവർക്കും അറിയാം.
വിഷയത്തിന്റെ ചെറിയ ഒരു ഭാഗത്തുകൂടെ സഞ്ചരിക്കുന്നതിന് വേണ്ടിയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ട് ഇസ്ലാം, എന്തുകൊണ്ട് ഖുർആൻ, എന്തുകൊണ്ട് മുഹമ്മദ് നബി എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ചില സാഹചര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് നമുക്ക് ആലോചിക്കുവാനുള്ളത്. മനുഷ്യരെന്ന് പറയുന്നത് മനുഷ്യന്റെ തന്നെ ഗവേഷണ പ്രകാരം അറിഞ്ഞിടത്തോളം ബുദ്ധിയുള്ള, ചിന്താശേഷിയുള്ള ഏകജീവിയാണ്. തെരഞ്ഞെടുപ്പിന്റെ സ്വാതന്ത്ര്യവും ബുദ്ധിയും വികാരവും നൽകി പ്രത്യേകമായ ഒരു ഭൂമിക സംവിധാനിച്ച് മനുഷ്യനെ പറഞ്ഞയച്ചിരിക്കുകയാണ്. ഈ മനുഷ്യന്റെ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അവൻ ജന്മന ജിജ്ഞാസുവാണ് എന്നുള്ളതാണ്. അതുകൊണ്ടാണ് നമ്മൾ വലിയ വില മുടക്കി വാങ്ങിക്കൊടുക്കുന്ന കളിപ്പാട്ടമൊക്കെ കുട്ടികൾ പൊട്ടിച്ചു നോക്കി അതിനുള്ളിൽ എന്താണ് എന്ന് അറിയാൻ ശ്രമിക്കുന്നത്. അതൊരു കുഞ്ഞിന്റെ ജിജ്ഞാസയാണ് എങ്കിൽ അതിസങ്കീർണമായ ആറ്റങ്ങളെയും അലകളൊഴുക്കിക്കൊണ്ടിരിക്കുന്ന ആഴിയുടെ ആഴത്തെയും പർവ്വതങ്ങളുടെ ഉച്ചിയെയും അനന്തമായി കിടക്കുന്ന ആകാശത്തെയും സംബന്ധിച്ച് പര്യവേഷണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ശാസ്ത്രകാരന്മാരൊക്കെ തന്നെയും ഈ ഒരു ജിജ്ഞാസയുടെ ഭാഗമാണ്. പ്രപഞ്ചമെന്ന് പറയുന്നത് മനുഷ്യനു മുമ്പിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നത് വളരെ കൃത്യമായി കോർത്തിണക്കപ്പെട്ട ഒരു മഹാഗ്രന്ഥം പോലെയാണ്. ആ ഗ്രന്ഥത്തിൽ മുഖവുരയുണ്ടാവണം, ആ ഗ്രന്ഥത്തിൽ അധ്യായങ്ങൾ ഉണ്ടാവണം, ആ ഗ്രന്ഥത്തിൽ വ്യത്യസ്തമായ കാര്യങ്ങൾ കൈകാര്യം ചെയ്യപ്പെടണം, ആ ഗ്രന്ഥം ഒരു വിസ്മയമാവണം, ആ ഗ്രന്ഥം മനുഷ്യ മനസ്സുകൾക്ക് മാറ്റങ്ങൾ ഉണ്ടാക്കുന്നതാവണം, പരിവർത്തനമുണ്ടാക്കുന്നതാവണം, ആനന്ദവും സുഖവും സമാധാനവും ലഭ്യമാകുന്നതാവണം. അതൊരു മഹാഗ്രന്ഥമാകണമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രപഞ്ചത്തെ മനുഷ്യനു മുമ്പിൽ സംവിധാനിച്ചിരിക്കുന്നത് ഇങ്ങനെ ഒരു മഹാഗ്രന്ഥമായിട്ടാണ്. ഈ മഹാഗ്രന്ഥം വായിച്ചെടുക്കുന്നതിന് ലോകത്ത് സംവിധാനിച്ചിരിക്കുന്ന അതിന്റെ റീഡേഴ്സ് എന്ന് പറയുന്നത് മനുഷ്യർ മാത്രമാണ് താനും. അതല്ലെങ്കിൽ വളരെ തുലോം പരിമിതമായ ചില സൃഷ്ടിജാലങ്ങളാണ്. ഈ മനുഷ്യന് പരീക്ഷണങ്ങൾ നൽകുന്നതിന് വേണ്ടി മാത്രം അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുകയാണ്. ഈ മഹാഗ്രന്ഥം വായിച്ചു കൊണ്ടിരിക്കുമ്പോ ഈ മഹാഗ്രന്ഥത്തിലെ അധ്യായങ്ങളായിരിക്കുന്ന പർവ്വതങ്ങളോ സൗരയൂഥമോ അനന്തമായി കിടക്കുന്ന ആകാശമോ അലകടലുകളോ ഒന്നും തന്നെ ഈ ഗ്രന്ഥം എഴുതിയത് ആരാണ് എന്ന് എഴുതി വച്ചിട്ടില്ല.
പർവ്വതത്തിന്റെ ഉച്ചിയിൽ പോയാൽ, ആഴിയുടെ അഗാധതയിലേക്ക് സഞ്ചരിച്ചാൽ, ആകാശത്തിന്റെ അനന്തതയിലേക്ക് സഞ്ചരിച്ചാൽ ഒന്നും തന്നെ ഈ മഹാഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ് എന്ന് എഴുതി വച്ചത് കാണുവാൻ നമുക്ക് സാധ്യമല്ല. മറിച്ച് ഈ പർവ്വതം സംവിധാനിക്കപ്പെട്ടിരിക്കുന്നത് എങ്ങനെയാണ്, അതിന്റെ നിലനിൽപ്പ് എങ്ങനെയാണ്, ഈ ആകാശം എങ്ങനെയാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്, സൗരയൂഥം എങ്ങനെയാണ് ചലിച്ചുകൊണ്ടിരിക്കുന്നത്, രാത്രിയിൽ ആകാശത്തിലേക്ക് നോക്കിയാൽ മിന്നായമായി മറഞ്ഞുകൊണ്ടിരിക്കുന്ന കോടാനകോടി നക്ഷത്രങ്ങൾ എങ്ങനെയാണ് തട്ടാതെ മുട്ടാതെ ചലിച്ചുകൊണ്ടിരിക്കുന്നത്, ചരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് ഈ മഹാപ്രപഞ്ചമാകുന്ന മഹാഗ്രന്ഥത്തിന്റെ മുമ്പിൽ നിന്നുകൊണ്ട് ബുദ്ധിയും വിവേകവും ചിന്താശേഷിയുമുള്ള മനുഷ്യൻ ആലോചിക്കുന്നുവെങ്കിൽ അവിടെ അവന് കാണുവാൻ സാധ്യമാണ്, കണ്ടെത്തുവാൻ സാധ്യമാണ് എവിടെയാണ്, ആരാണ് ഈ മഹാപ്രപഞ്ചത്തിന്റെ നിർമ്മാതാവ്, ഈ മഹാപ്രപഞ്ചത്തെ സംവിധാനിച്ചിരിക്കുന്നവൻ, ഈ മഹാഗ്രന്ഥം എഴുതിയിരിക്കുന്നവൻ എന്ന്. സഹോദരങ്ങളെ, ഞാൻ ചെറിയ ചില ഉദാഹരണങ്ങൾ സൂചിപ്പിച്ചു വിഷയത്തിലേക്ക് പരിപൂർണമായി പ്രവേശിക്കുകയാണ്. നമ്മുടെ കാര്യം തന്നെ നമ്മൾ എടുത്തു നോക്കുക. പുരുഷന്റെ ബീജത്തിൽ നിന്നും സ്ത്രീയുടെ അണ്ഡവും തമ്മിൽ കൂടിച്ചേർന്നിട്ട് അതൊരു സിക്താണ്ഡമായി മാറുകയാണ്. ഈ സിക്താണ്ഡം എന്ന് പറയുന്നത് ഗർഭാശയത്തിൽ അള്ളിപ്പിടിച്ചു കിടക്കുന്ന ഒരു ചെറിയ മാംസ കഷ്ണമായിട്ടോ അതല്ലെങ്കിൽ അതിനേക്കാൾ ചെറിയ ഒരു സംവിധാനമായിട്ടോ കണക്കാക്കുന്ന ഒരു മനുഷ്യൻ, ഒന്നാലോചിച്ചു നോക്കൂ. ഈ സിക്താണ്ഡമെന്ന് പറയുന്ന ആ ഒരു വസ്തുവിന് എങ്ങനെയാണ് അറിയാൻ സാധ്യമാകുന്നത്? നീ പുറത്തു പോകണമെന്നും നീ പുറത്തു പോയി കഴിഞ്ഞാൽ അവിടെ തണുപ്പുണ്ട്, അവിടെ ചൂടുണ്ട്, നീ അവിടെ ഭക്ഷണം കഴിക്കും, അവിടെ സ്വാദുണ്ടാകും, അവിടെ കയ്പുണ്ട്, മധുരമുണ്ട്, ഒരുപാട് അനുഭവ വേദ്യമാകുന്ന സംഗതികൾ ഭൂമിയിലുണ്ട് എന്ന് ഈ സിക്താണ്ഡത്തിന് എങ്ങനെയാണ് അറിയുന്നത്? ഇത് കേവലം ഒരു യാദൃച്ഛികതയൊന്നുമല്ല. ഇതിന്റെ പിന്നിൽ കൃത്യമായ ഒരു സംവിധാനമുണ്ട് എന്ന് സിക്താണ്ഡമായതിനു ശേഷം അവിടുന്ന് അങ്ങോട്ട് ഉള്ള പുരോഗതിയെ മനസ്സിലാക്കുകയാണെങ്കിൽ നമുക്കറിയാൻ സാധ്യമാണ്. ഈ സിക്താണ്ഡം തന്നെ സ്വയം വിഭജിക്കപ്പെടുകയാണ്. ഈ സിക്താണ്ഡം പല കോശങ്ങളായി മാറുകയാണ്. ഈ സിക്താണ്ഡം ടിഷ്യൂസായി, കലകളായി മാറുകയാണ്. ആ കലകളാണ് പിന്നീട് വ്യത്യസ്ത കലകളായി, കാണാനുള്ള ശേഷി നൽകുന്ന കലകളായി, കേൾക്കാനുള്ള ശേഷി നൽകുന്ന കലകളായി, രുചി അനുഭവിക്കുവാൻ കയ്പും മധുരവും എരിവും പുളിയും വ്യത്യസ്തമായി വ്യവച്ഛേദിച്ച് അനുഭവിക്കുവാൻ സാധ്യമാകുന്ന രൂപത്തിലുള്ള രസമുകുളങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന കലകളായി, തണുപ്പും ചൂടും എങ്ങനെ അനുഭവിക്കുവാൻ സാധ്യമാണ് എന്നതിന് മനുഷ്യന്റെ ശരീരത്തിൽ പ്രവർത്തിക്കുന്ന പ്രത്യേക കലകളായി ഒക്കെ
ടിഷ്യൂസായി കലാകോശ വിഭജനം നടക്കുന്നത് ഈ ചെറിയ ഒരിറച്ചി കഷ്ണമാണ്. എനിക്കറിയാവുന്ന ഒരു പ്രൊഫസർ, കോഴിക്കോട് റീജിയണൽ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപനം നടത്തിക്കൊണ്ടിരിക്കുന്ന അദ്ദേഹം ഡോക്ടറേറ്റ് നേടിയത്, അമേരിക്കയിൽ നിന്ന് ഡോക്ടറേറ്റ് എടുത്തിട്ടുള്ളത് ചെവിയിൽ ഒരു പ്രത്യേകമായ പാടയുണ്ട് പോലും. ആ ലെയറാണ് ഒരു ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അതിന്റെ ദിശ മനുഷ്യർക്ക് മനസ്സിലാക്കി കൊടുക്കുന്നത്. ഏതു ഭാഗത്തു നിന്നാണ്, നിങ്ങളുടെ പുറകിൽ നിന്നാണോ, നിങ്ങളുടെ മുന്നിൽ നിന്നാണോ, മറ്റു ഭാഗങ്ങളിൽ നിന്നാണോ നിങ്ങൾ കേട്ട ശബ്ദം എന്ന് തിരിച്ചറിയുവാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ചെവിക്കുള്ളിൽ ഒരു ലെയറിനെ സംവിധാനിച്ചിട്ടുണ്ട് എന്നും ആ സംവിധാനത്തിന്റെ സങ്കീർണത എന്ന് പറയുന്നതും മാത്രം മനുഷ്യനെ അത്ഭുത പരതന്ത്രനാക്കുവാൻ മാത്രമുള്ളതാണ് എന്നും അദ്ദേഹം വിശദീകരിക്കുകയാണ്. ഇങ്ങനെ ഒരു ഇറച്ചി കഷ്ണം ഭൂമിയിൽ വന്നുകഴിഞ്ഞാൽ ബുദ്ധിയുള്ള ഒരു മനുഷ്യനായി രസമുകുളങ്ങളെ ഉൽപ്പാദിപ്പിക്കുന്ന, തണുപ്പിനെ ആവാഹിക്കുവാനും ചൂടിനെ അനുസരിക്കുവാനും ഒക്കെ സാധ്യമാകുന്ന വ്യത്യസ്തങ്ങളായ കലകൾ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് കിഡ്നിയും ഹൃദയവും ആമാശയവും മനുഷ്യരെ ആകമാനം വിസ്മയിപ്പിച്ചിട്ടുള്ള മസ്തിഷ്കവും എല്ലാം ഉൽപ്പാദിപ്പിക്കുന്ന വ്യത്യസ്ത അവയവങ്ങളായി മാറുന്നതും ഈ സിക്താണ്ഡമാണ്. ഗർഭാശയത്തിൽ ഇരുന്നു കൊണ്ട് ഈ സിക്താണ്ഡത്തിന് ഒരിക്കലും അറിയുവാൻ സാധ്യമാവുകയില്ല. 9 മാസം കഴിഞ്ഞ് പുറത്തു വരുമ്പോൾ ഇന്നിന്ന സംഗതികളൊക്കെ തന്നെ ഉണ്ടാകുമെന്നും, അതുകൊണ്ട് ഈ ശരീരത്തിൽ ആമാശയമുണ്ടാകണമെന്നും കിഡ്നി ഉണ്ടാവണമെന്നും ഹൃദയമുണ്ടാവണമെന്നും ഒന്നും ഈ സിക്താണ്ഡം എന്ന് പറയുന്ന കോശജീവിക്ക് അറിയുവാൻ സാധ്യമാവുകയില്ല. അപ്പൊ ഇത്ര സങ്കീർണമായ അവയവങ്ങളുള്ള മനുഷ്യനെന്ന് പറയുന്ന അത്ഭുതപ്പെടുത്തുന്ന ചിന്താശേഷിയുള്ള എന്നെയും നിങ്ങളെയും പടച്ചതമ്പുരാൻ സംവിധാനിച്ചിരിക്കുന്നത് കേവലം യാദൃച്ഛികമായിട്ടാണ് എന്ന് നമ്മൾ വിചാരിക്കുന്നുവെങ്കിൽ മനുഷ്യന് തെറ്റുപറ്റിയിരിക്കുന്നു എന്നുള്ളതാണ് സത്യം. ഇനി നമ്മൾ നോക്കുക, നമ്മളുടെ ചുറ്റുപാടുകളിലേക്ക് കണ്ണോടിച്ചു നോക്കുകയാണ് എന്നുണ്ടെങ്കിൽ വ്യത്യസ്ത ഫലങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന സസ്യങ്ങളെ നമുക്ക് കാണുവാൻ സാധ്യമാണ്. ജന്തുജാലങ്ങൾ കാണുവാൻ സാധ്യമാണ്. കായ്ക്കനികൾ ഉൽപ്പാദിപ്പിക്കുന്ന വൃക്ഷങ്ങളുണ്ട്. പടച്ചതമ്പുരാൻ പ്രപഞ്ചം എന്ന് പറയുന്ന ഈ മഹാഗ്രന്ഥത്തിൽ എങ്ങനെയാണ് അതിനെ സംവിധാനിച്ചിരിക്കുന്നത് എന്ന് മാത്രം പഠിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അവൻ മുസ്ലിമാകണമെന്നില്ല. ബുദ്ധിയുള്ള ഒരു മനുഷ്യനാണ് എന്നുണ്ടെങ്കിൽ അവന് ഈ പ്രപഞ്ചത്തിന്റെ നാഥനെ കണ്ടെത്തുവാൻ സാധ്യമാകുമെന്നുള്ളതാണ് സത്യം. നോക്കൂ, എത്ര മനുഷ്യനെ ഹഠാത് ആകർഷിക്കുന്ന രൂപത്തിലാണ് അള്ളാഹുവിന്റെ സംവിധാനം. അത് മനുഷ്യന്റെ ചിന്തയെ തട്ടിയുണർത്തുന്ന രൂപത്തിലാണ് അള്ളാഹു അതിന്റെ സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. പടച്ചതമ്പുരാൻ ഒരു ഭാഗത്ത് ഹരിതാപയുണ്ടാക്കിയിരിക്കുകയാണ്, മറുഭാഗത്ത് ജന്തുക്കളെ ഉണ്ടാക്കിയിരിക്കുകയാണ്. ഈ ഹരിതാപ, ഈ സസ്യലതാദികൾ, ഫലവൃക്ഷങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന മരങ്ങളും സസ്യലതാദികളും ഇല്ല എന്നുണ്ടെങ്കിൽ ജന്തുക്കൾക്ക് ഇവിടെ ജീവിക്കുവാൻ സാധ്യമല്ല. പരസ്പര സഹകരണത്തോടുകൂടിയുള്ള പൂരകങ്ങളായി അല്ലാഹു സുബ്ഹാനഹു വ തആല അവയെ സംവിധാനിച്ചിരിക്കുന്നു. നമ്മളൊക്കെ ഉച്ഛ്വസിക്കുന്ന കാർബൺ ഡയോക്സൈഡ് വലിച്ചെടുത്തുകൊണ്ട് നമുക്ക് ശ്വസിക്കുവാൻ ആവശ്യമായ ഓക്സിജൻ നൽകുന്നത് ഈ ഹരിതാപകളാണ്, ഈ ഹരിതകമാണ്. എന്നിട്ട്
അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവയെ കൃത്യമായി നിലനിർത്തുന്നതിന് ഏർപ്പാടാക്കിയിരിക്കുന്ന സംവിധാനത്തിന്റെ മനോഹാരിത എന്ന് പറയുന്നത് അത്ഭുതകരമാണ്. ഈ സസ്യങ്ങൾ നിലനിൽക്കണം, അതിൽ പൂക്കൾ ഉണ്ടാവണം, അതിൽ പരാഗണം നടക്കണം, അതിൽ പ്രത്യുൽപാദനം നടക്കണം. ഈ പ്രത്യുൽപാദനമൊക്കെ നടക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു. അത്ഭുതകരമായ സംവിധാനം എന്ന് പറയുന്നത്, ഈ സസ്യങ്ങളിൽ പരാഗണം നടക്കണമെന്നുണ്ടെങ്കിൽ അവക്ക് ചലിക്കുവാൻ സാധ്യമല്ല. ആൺപൂവ് ഒരു ഭാഗത്തും പെൺപൂവ് ഒരു ഭാഗത്തുമാണ്. അവയിലുള്ള പരാഗണം നടക്കുക എന്ന് പറഞ്ഞാൽ ആൺപൂവിലുണ്ടായിരിക്കുന്ന പൂമ്പൊടിയെ പെൺപൂവിലുള്ള കേസരത്തിലെത്തിക്കുക എന്നുള്ളതാണ്. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചലിക്കുവാനുള്ള ചലനശേഷിയില്ലാത്ത ഈ സസ്യങ്ങളിൽ ഏർപ്പാടാക്കിയിരിക്കുന്ന സംവിധാനം എന്ന് പറയുന്നത് പൂവിന് പ്രത്യേകമായ കളറ് നൽകി, പൂവിന് പ്രത്യേകമായ മണം നൽകി, പൂവിന് ഷഡ്പദങ്ങളെ ഹഠാതാകർഷിക്കുന്ന ആകൃതി നൽകി. അങ്ങനെ ഷഡ്പദങ്ങൾ പൂമ്പാറ്റകളും തുമ്പികളും തേനീച്ചകളും ഒക്കെ ഈ പൂമ്പൊടിയിൽ വന്ന് കിടക്കുകയും രമിക്കുകയും തേനുണ്ണുകയും മണമാസ്വദിക്കുകയും ചെയ്യുന്ന വേളയിൽ ഈ പൂമ്പൊടിയൊക്കെ ഇതിന്റെ കാലിൽ പറ്റുകയും പിന്നീട് അവ പെൺപുഷ്പത്തിലേക്ക് കേസരത്തിലേക്ക് കടന്നു ചെല്ലുകയും അതിന്റെ മണം കേട്ടുകൊണ്ട് തേനുണ്ടാവുമെന്ന് കരുതിക്കൊണ്ട് അതിന്റെ കളറിൽ ആകർഷിച്ചുകൊണ്ട് കേസരത്തിലെത്തുകയും അങ്ങനെ പൂമ്പൊടിയും കേസരവും തമ്മിൽ പരാഗണം നടക്കുകയും ഈ സസ്യങ്ങളുടെ പ്രത്യുൽപാദനം ഈ ഭൂമിയിൽ നിലനിൽക്കുകയും ചെയ്യും. ഞങ്ങൾക്ക് പ്രത്യുൽപാദനത്തിന് സഹായം നൽകി എന്നതിന്റെ പേരിൽ പൂക്കൾ അവക്ക് പ്രത്യേകമായി ഈ ഷഡ്പദങ്ങൾക്ക് സമ്മാനമായി നൽകുന്നതാണ് തേൻ എന്ന് പറയുന്നത്. തേൻ ഉൽപ്പാദിപ്പിച്ചുകൊണ്ട് തേനീച്ചകൾ അതിനുവേണ്ടി നടത്തുന്ന ശ്രമങ്ങളും വളരെ അത്ഭുതകരമായ സംഗതികളാണ്. ഇത് ഒക്കെ ഈ മഹാപ്രപഞ്ചത്തിലെ കാര്യങ്ങൾ കൃത്യമായി നിലനിൽക്കുന്നതിന് വേണ്ടി അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തിരിക്കുന്ന സംവിധാനമാണ്. അപ്പൊ ഈ സംവിധാനം എന്ന് പറയുന്നത് വെറുതെ കേവലമായ യാദൃച്ഛികതയാണ് എന്ന് ഒരു മനുഷ്യനും, ബുദ്ധിയുള്ള ഒരു മനുഷ്യനും കരുതുവാൻ സാധ്യമല്ല. ഞാനൊരു ഉദാഹരണം കൂടെ പറഞ്ഞുകൊണ്ട് ആ വിഷയം അവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ പ്രപഞ്ചത്തിലുള്ള മറ്റൊരധ്യായമാണ് പറവകൾ എന്ന് പറയുന്നത്. പറവകളെ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്ന രൂപം ഹൃദയാവർജകമാണ്. രാത്രികാലങ്ങളിൽ ഇര തേടേണ്ടുന്ന പറവകളും പകലിര തേടുന്ന പറവകളുമുണ്ട്. കടലിൽ വെള്ളത്തിൽ ഊളിയിട്ടുകൊണ്ട് ഇര തേടുന്ന പറവകൾ, അവയുടെ എല്ലാം ശാരീരികമായ ഘടനകളെ വ്യത്യസ്തമായ രൂപത്തിൽ അല്ലാഹു സംവിധാനിച്ചിരിക്കുന്നു. ആകാശത്തിലൂടെ പറക്കുന്ന പറവകൾ എങ്ങനെയാണ് അവയുടെ പറക്കൽ നടത്തുന്നത് എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് അല്ലാഹു ചോദിക്കുന്നുണ്ട് പരിശുദ്ധ ഖുർആനിൽ. ശാസ്ത്രം കണ്ടെത്തിയിരിക്കുന്നത് അവ അന്തരീക്ഷത്തിൽ അങ്ങനെ താഴോട്ട് പതിക്കാതെ നിലനിൽക്കുവാൻ ആവശ്യമായ രൂപത്തിലുള്ള ശാരീരിക ഘടന എങ്ങനെയാണ് നൽകിയിരിക്കുന്നതെന്ന് വെച്ചാൽ, അവയുടെ അസ്ഥികൾക്കിടയിലും അസ്ഥിക്കുള്ളിലും അവയുടെ തൂവലുകൾക്കുള്ളിലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് വായു കോശങ്ങൾ സംവിധാനിച്ചു വെച്ചിരിക്കുകയാണ്. അവ പൊള്ളയാണ്. പറക്കുന്ന പക്ഷികളുടെ എല്ലെടുത്ത് പരിശോധിച്ചു നോക്കിയാൽ അതിൽ അല്ലാഹു ഒരുപാട് വായു കോശങ്ങൾ സംവിധാനിക്കുന്നതിന് വേണ്ടി പൊള്ളയാക്കി വെച്ചതായി കാണാൻ സാധ്യമാണ്. തൂവലുകൾ കീറി മുറിച്ചു നോക്കിയാൽ അവ പൊള്ളയായി കാണാൻ സാധ്യമാണ്.
എന്തുകൊണ്ട് അവ പൊള്ളയായി കിടക്കുന്നുവെന്ന് ചോദിച്ചാൽ അവക്ക് അന്തരീക്ഷത്തിൽ അങ്ങനെ തങ്ങി നിൽക്കുവാൻ സാധ്യമാവണം, അപ്പോഴേ പറക്കുവാൻ കഴിയൂ. അല്ലാഹു ചോദിക്കുകയാണ്, അവലം യറൗ ഇലത്വയ്രി ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിൻ മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ ഇന്നഹു ബികുല്ലി ശൈഇൻ ബസീർ. അവലം യറൗ ഇലത്വയ്ർ, പക്ഷികളിലേക്ക്, പറവകളിലേക്ക് നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? എങ്ങനെയുള്ള പറവകളാണ്? ഫൗഖഹും സാഫാത്തിൻ വയഖ്ബിൻ, നിങ്ങളുടെ മുകളിൽ അണിയണിയായി പറന്നുകൊണ്ടിരിക്കുന്ന പറവകൾ. ചിലപ്പോൾ അവയുടെ ചിറകുകൾ കൂട്ടിപ്പിടിച്ചുകൊണ്ടാണ് പറക്കുന്നത്, ചിലപ്പോൾ അവയുടെ ചിറകുകൾ തമ്മിൽ അടിച്ചുകൊണ്ടാണ് അവ പറക്കുന്നത്. മാ യുംസികുഹുന്ന ഇല്ല റഹ്മാൻ, പടച്ച തമ്പുരാനല്ലാതെ മറ്റാരും അവയെ പിടിച്ചു നിർത്തുന്നില്ല. എങ്ങനെയാണ് അന്തരീക്ഷത്തിൽ അവ പിടിച്ചു നിർത്തപ്പെടുന്നത് എന്ന് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ എന്ന് പടച്ച തമ്പുരാന്റെ ചോദ്യമാണ്. ഇത് പ്രപഞ്ചത്തിലെ ഒരു അധ്യായമാണ്, വിസ്മയകരമായ പ്രപഞ്ചത്തിലെ അധ്യായം. ഈ അധ്യായം മറിച്ചു നോക്കിക്കൊണ്ട് മനുഷ്യൻ മനസ്സിലാക്കണമെന്നുള്ളതാണ്. എന്താണ് ഈ പ്രപഞ്ചമെന്ന്? ഈ പ്രപഞ്ചത്തിനൊരു സ്രഷ്ടാവുണ്ട് എന്ന് മനുഷ്യന് മനസ്സിലാക്കുവാൻ പറവകളിലേക്ക് നോക്കിയാൽ മതി. أفلا ينظرون إلى الإبل كيف خلقت وإلى السماء كيف رفعت وإلى الجبال كيف نصبت وإلى الأرض كيف سطحت. പടച്ച തമ്പുരാൻ ഒരുപാട് ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട്. ഈ പ്രപഞ്ചത്തിലെ എണ്ണിയാലൊടുങ്ങാത്ത കോടാനുകോടി അല്ലാഹുവിന്റെ സൃഷ്ടികളുണ്ട്. ഇവയെല്ലാം സംവിധാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്, മനുഷ്യരെ നിങ്ങൾക്ക് വേണ്ടി. എല്ലാം സംവിധാനിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയാണ്. ആകാശങ്ങളുടെ അനന്തതയെ സംവിധാനിച്ചത് മനുഷ്യ നിനക്ക് വേണ്ടിയാണ്. അലകടലുകളെ സംവിധാനിച്ചതും പർവ്വതങ്ങളെ സംവിധാനിച്ചതും ആകാശങ്ങളുടെ വിസ്മയങ്ങളെ നിങ്ങളുടെ മുമ്പിൽ തുറന്നു വെക്കുന്നതും മനുഷ്യ നിനക്ക് വേണ്ടിയാണ്. അപ്പൊ നമ്മൾ ആലോചിക്കണം, എന്തിനാണ് നാഥൻ ഇതൊക്കെ സംവിധാനിച്ചത്? ഈ പറവകളെ സംബന്ധിച്ച് പഠിപ്പിച്ചിരിക്കുന്ന അതേ സൂറത്ത് തന്നെ തുടങ്ങുന്നത് എങ്ങനെയാണ്? തബാറകല്ലദീ ബിയദിഹിൽ മുൽക് വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ. ആധിപത്യം ആർക്കാണോ അവൻ അനുഗ്രഹപൂരിതനായിരിക്കുകയാണ്. വഹുവ അലാ കുല്ലി ശൈഇൻ ഖദീർ, എല്ലാത്തിനും കഴിവുള്ളവനാണ്, മുൽക്കുള്ളവനാണ്, അവനാണ് പടച്ച തമ്പുരാൻ. എന്താണ് അവന്റെ പ്രത്യേകത? അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത് ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. അവനാണ് എല്ലാം സൃഷ്ടിച്ചത് എന്നതുപോലെ തന്നെ മനുഷ്യ, നിന്റെ മരണവും നിന്റെ ജനനവും നിന്റെ ജീവിതവും സംവിധാനിച്ചിരിക്കുന്നതും അവനാണ്. അല്ലദീ ഖലഖൽ മൗത വൽ ഹയാത്. എന്തിനാണ് ജീവിതത്തെയും മരണത്തെയും പടച്ച തമ്പുരാൻ സംവിധാനിച്ചത്? എന്തിനാണ് മനുഷ്യന് ആയുസ് നിശ്ചയിച്ചത്? ഈ പ്രപഞ്ചത്തിന്റെ വിസ്മയത്തിൽ അലിഞ്ഞു ചേർന്നുകൊണ്ട് അങ്ങനെ കഴിഞ്ഞുകൂടിയാൽ പോരായിരുന്നുവോ? ഇല്ല മനുഷ്യ, നീ മരിക്കും. നീ ഒരു ദിനം ഇവിടം വിട്ടു പോകുമെന്ന് പറഞ്ഞിരിക്കുന്നത് എന്തിനാണ്? ലിയബ്ലുവകും അയ്യുകും അഹ്സനു അമലാ. നിങ്ങളിൽ ആരാണ് ഈ ദുനിയാവിനെ മദ്റഅത്തുൽ ആഖിറയായി കണ്ടുകൊണ്ട്
ആഖിറത്തിലേക്കുള്ള കൃഷിയിടമായി കണ്ടുകൊണ്ട് ഏറ്റവും നല്ല പ്രവർത്തനങ്ങൾ നടത്തുന്നതെന്ന് പരീക്ഷിച്ചറിയുന്നതിന് വേണ്ടിയാണ് പടച്ച തമ്പുരാൻ അവയെ സംവിധാനിച്ചിരിക്കുന്നതെന്നാണ്. അപ്പൊ ഇങ്ങനൊരു റബ്ബുണ്ട് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇവയിലേക്കൊക്കെ, ഈ പ്രപഞ്ച പ്രതിഭാസങ്ങളിലേക്കൊക്കെ, ഈ അധ്യായങ്ങളിലേക്കൊക്കെ മറിച്ചു നോക്കി മനുഷ്യൻ ചിന്തിക്കണമെന്ന് പറയുന്നത്. എന്നിട്ട് ആ പടച്ച തമ്പുരാൻ എന്താ പറഞ്ഞത്? കൃത്യമായി പടച്ച തമ്പുരാൻ പ്രഖ്യാപിച്ചു, അള്ളാഹുവിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ് പടച്ച തമ്പുരാന്റെ അടുക്കലുള്ള മതം. ഇങ്ങനെ ഒരു റബ്ബിനെ കണ്ടെത്തുക, പ്രപഞ്ചത്തിൽ ഇങ്ങനെ ഒരു റബ്ബിനെ നീ കണ്ടെത്തണം. അതെങ്ങനെ കണ്ടെത്തണം? മനുഷ്യന്റെ ബുദ്ധിയിലൂടെ കണ്ടെത്തണം. മനുഷ്യന്റെ കണ്ണ് തുറന്നു വെക്കണം, മനുഷ്യന്റെ ചിന്താശേഷിയെ തുറന്നു വെക്കണം. മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഈ അവയവങ്ങളൊക്കെ തന്നെ അവന് നടക്കുവാൻ ആവശ്യമായ കണ്ണ് നൽകി എന്നുള്ളതല്ല. കണ്ണിന് നമ്മൾ അത്ര ചെറിയ ഒരു ധർമ്മം മാത്രമേ നിർവഹിക്കുവാനുള്ളൂ എന്ന് തെറ്റിദ്ധരിക്കുവാൻ പാടില്ല. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറയുമ്പോൾ അത് കേൾക്കണം എന്നുള്ളതിന് മാത്രമുള്ള ഒരു ചെവി നൽകി എന്നുള്ളതല്ല. അവന്റെ കാഴ്ചയിൽ നിന്ന്, അവന്റെ കേൾവിയിൽ നിന്ന് അനുപൂരകമായ ചില സന്ദേശങ്ങൾ അവന്റെ ബ്രെയിനിലേക്ക് ആവേഗമായി ചെല്ലണമെന്നും അത് അവന്റെ ചിന്തയെ ഉദ്ദീപിപ്പിക്കണമെന്നും അത് മനുഷ്യനെന്ന് പറയുന്ന ബൃഹത്തായ ഈ യന്ത്രത്തെ ചലിപ്പിക്കണമെന്നും അങ്ങനെ അവന്റെ ധർമ്മം നിർവഹിക്കുവാൻ അവന് സാധ്യമാകണമെന്നും അവന്റെ നാഥനെ കണ്ടെത്തുവാനും നാഥൻ ആവശ്യമായത് തിരിച്ചു നൽകുവാനും സാധ്യമാകണമെന്നുമാണ് ഇവ മനുഷ്യനെ പഠിപ്പിക്കുന്നത് എങ്കിൽ അത് എന്ന് ചെയ്യാൻ നീ തയ്യാറാകുന്നുവോ, ആ പ്രപഞ്ചത്തിന്റെ നാഥന് കീഴൊതുങ്ങുവാൻ, അവന് സമർപ്പിക്കുവാൻ, അവന് സർവസ്വവും നൽകുവാൻ നീ എന്ന് തയ്യാറാകുന്നുവോ, അന്ന് നിന്നെ മുസ്ലിം എന്ന് വിളിക്കുമെന്നും അന്ന് മുതൽ നിന്റെ ആദർശത്തെ ഇസ്ലാം എന്ന് പറയുമെന്നും പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇതാണ് ഇസ്ലാം. ആ റബ്ബിന് കീഴൊതുങ്ങുക എന്നുള്ളതാണ് ഇസ്ലാം. ഏത് റബ്ബിനാണ്? ഏതെങ്കിലും ഒരു കുലദൈവത്തിനല്ല, ഒരു മുള്ളിനോ മുരുക്കിനോ അല്ല നമ്മൾ പ്രണമിക്കുന്നത്. ഏതെങ്കിലും വ്യത്യസ്ത ഗോത്രങ്ങളുടെ ദൈവത്തിനുമല്ല. മനുഷ്യരെ ആകമാനം സൃഷ്ടിച്ചയച്ചിരിക്കുന്ന ഭൂമികയിൽ ഏതേതത്ഭുതങ്ങൾ കണ്ടെത്തുവാൻ നമുക്ക് സാധ്യമാകുന്നുവോ ആ അത്ഭുതങ്ങളുടെയൊക്കെ തന്നെ നിയന്താവും പരിപാലകനും നിയന്ത്രണം നടത്തുന്നവനും ആരാണോ അവന് കീഴൊതുങ്ങണമെന്നാണ് പറയുന്നത്. അതാണ് ഇസ്ലാം. ആ ഇസ്ലാമിലേക്ക് നടന്നെടുക്കണമെന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. എങ്ങനെയാണ് അത് കണ്ടെത്തുവാൻ സാധ്യമാകുന്നത് എന്നാണ്. ഇത് ലോകത്ത് ആകമാനമുള്ള കോടാനകോടി മനുഷ്യരെ പഠിപ്പിക്കുന്നതിനു വേണ്ടി പ്രവാചകന്മാരെ റബ്ബ് സുബ്ഹാനഹു വ തആല പറഞ്ഞയച്ചിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ തന്നെ ഒട്ടനവധി വേദഗ്രന്ഥങ്ങളെ ഭൂമിയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ആ വേദഗ്രന്ഥങ്ങളിൽ ചിലത് പരിശുദ്ധ ഖുർആൻ എടുത്ത് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പൊ ദൈവികമായ ഗ്രന്ഥങ്ങൾ ഭൂമിയിലേക്ക് വന്നപ്പോ പിന്നെ എന്തുകൊണ്ടാണ് ദൈവികമായ ഗ്രന്ഥങ്ങളിൽ ഇടർച്ച പറ്റുന്നത്? എന്തുകൊണ്ടാണ് അത് അവതീർണമായതുപോലെ ഇന്നും നിലനിൽക്കാത്തത്? അത് അവതരിച്ചിരുന്നത് ആർക്കായിരുന്നുവോ എന്നുള്ളത് നമ്മൾ നോക്കണം. അതിന്റെ മറുപടി എന്ന് പറയുന്നത് അതിന്റെ അവതരണം അതത് കാലഘട്ടത്തിലുള്ള ആളുകൾക്കായിരുന്നു എന്ന് പരിശുദ്ധ ഇസ്ലാം പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഖുർആൻ നമുക്ക് മനസ്സിലാക്കി തരുന്നുണ്ട്. ഓരോ കാലഘട്ടത്തിനും വേണ്ടി ഗ്രന്ഥങ്ങൾ അവതീർണമായിട്ടുണ്ട്.
അതുകൊണ്ട് തന്നെ ആ കാലഘട്ടം കഴിഞ്ഞാൽ ആ ഗ്രന്ഥങ്ങൾക്ക് പിന്നെ പ്രസക്തി ഇല്ലാതാവുകയാണ്. പ്രസക്തി ഇല്ലാതാകുന്നു എന്നുള്ളതിന്റെ തെളിവായിക്കൊണ്ട് നമുക്ക് പറയാൻ സാധ്യമാകുന്നത് എന്താണ്? അവയിലൊക്കെ കൂട്ടിക്കലർത്തലുകൾ വന്നു എന്നുള്ളതാണ്. ദൈവികമായ ഗ്രന്ഥത്തിൽ കൂട്ടിക്കലർത്തലുകൾ വന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിന്, പടച്ച തമ്പുരാന് ആ ഗ്രന്ഥം അതേപോലെ നിലനിൽക്കണമെന്ന് ആവശ്യമില്ല എന്നാണ്. കാരണം അത് ആ കാലഘട്ടത്തിന് മാത്രമുള്ളവയായിരുന്നു. അവിടെയാണ് ക്രൈസ്തവ ലോകത്തിന് തെറ്റുപറ്റുന്നത്. അവിടെയാണ് മറ്റ് ഇതര വേദ സമൂഹങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. ദൈവത്തിന്റെ ഗ്രന്ഥത്തിന് കൂട്ടിക്കലർത്തലുകൾ ഉണ്ടായിട്ടുണ്ട് എന്ന് സമ്മതിക്കുകയും ഇതുതന്നെയാണ് യഥാർത്ഥ വേദം എന്ന് അംഗീകരിക്കണമെന്ന് നിർബന്ധിക്കുകയും ചെയ്യുന്നതിലെ വൈരുദ്ധ്യങ്ങളെ ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുവാൻ സാധ്യമല്ലാതെ മതങ്ങൾ നമ്മുടെ മുമ്പിൽ നിലനിൽക്കുമ്പോ ഇസ്ലാം അള്ളാഹുവിന്റെ മതം, പ്രപഞ്ച സൃഷ്ടാവിന്റെ മതം, മാനവർക്ക് മുമ്പിൽ വെച്ചിട്ടുള്ള ആ ഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒട്ടനവധി രൂപങ്ങളിലായി വിശദീകരിക്കുന്നുണ്ട്. ഒന്നാമതായി അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇന്നാ നഹ്നു നസ്സൽന الذിക്റ വഇന്നാ ലഹു ലഹാഫിളൂൻ. ഒരു ദൈവിക ഗ്രന്ഥത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയായി പരിശുദ്ധ ഖുർആൻ എടുത്തു കാണിക്കുകയാണ്, നാമാണ് അതിനെ ഇറക്കിയിട്ടുള്ളത്, നാം തന്നെ അതിനെ സംരക്ഷിക്കുകയും ചെയ്യും. ഇനി അതിന് വള്ളിപുള്ളി വ്യത്യാസം ഉണ്ടാവുകയില്ല. കാരണം 1,24,000 ചില്ലാനം വരുന്ന പ്രവാചകന്മാരുടെ കണ്ണിയത അവസാനത്തെ ഇഷ്ടികയായിക്കൊണ്ട് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാനൊരു കെട്ടിടമായിരുന്നു, ഞാനൊരു വലിയ കെട്ടിടമായിരുന്നു. പ്രവാചകരുടെ പരമ്പര എന്ന് പറയുന്നത് വലിയ കെട്ടിടമായിരുന്നു. ആ കെട്ടിടത്തിൽ ഒരു ഇഷ്ടിക വെക്കാനുണ്ടായിരുന്നു. എന്റെ വരവോടുകൂടിയതാ ആ അവസാനത്തെ ഇഷ്ടികയും വെച്ചിരിക്കുന്നുവെന്ന് തന്റെ റിസാലത്തിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഉപമിച്ചു തന്നത് ഹദീസുകളിൽ നമുക്ക് കണ്ടെത്തുവാൻ സാധ്യമാണ്. അപ്പൊ അവസാനത്തെ കണ്ണിയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇനി ഇവിടുന്ന് അങ്ങോട്ടുണ്ടാകുന്ന സകലമാന മാനവർക്കും അനുധാവനം ചെയ്യാൻ, അനുസരിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഗ്രന്ഥത്തെ, റബ്ബിന്റെ വേദഗ്രന്ഥത്തെ മനുഷ്യരാശിക്ക് മുമ്പിൽ അവതരിപ്പിച്ചതിനു ശേഷമാണ്, അതിനെ വിശദീകരിച്ചു നൽകിയതിനു ശേഷമാണ്, അതിനെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുത്തതിനു ശേഷമാണ് ഇവിടെ നിന്ന് മൺമറഞ്ഞു പോയിട്ടുള്ളതെന്ന് നമ്മൾ മനസ്സിലാക്കണം. ആ ഗ്രന്ഥത്തിന് ഒരുപാട് പ്രത്യേകതകൾ പറയുവാനുണ്ട്. ആ ഗ്രന്ഥം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മനുഷ്യന്റെ ഹൃദയങ്ങളെ ഹഠാത് ആകർഷിക്കുന്നതാവണം, മനുഷ്യന്റെ അസുഖങ്ങളെ തീർക്കുന്നതാവണം, മനുഷ്യന്റെ ആത്മീയ ചൈതന്യത്തെ ഉത്തേജിപ്പിക്കുന്നതാവണം, മനുഷ്യന്റെ ഈ മുനിഞ്ഞു കത്തുന്ന ഈമാനിനെ നന്നായി പ്രകാശിപ്പിക്കുന്നതാവണം. അത് പരിശുദ്ധ ഖുർആനിനുണ്ടോ? പരിശുദ്ധ ഖുർആനിനുണ്ട് എന്ന് ഖുർആൻ അനുധാവനം ചെയ്യുന്ന ആളുകളല്ല, ഖുർആനിന്റെ ശത്രുക്കൾ പോലും അംഗീകരിക്കുകയാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബാലയത്തിന്റെ ചെരുവിലിരുന്നു കൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ പാരായണം നിർവഹിക്കുകയാണ്. സൂറത്തുൻ നജ്ം അങ്ങനെ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സജദയുടെ ഭാഗമെത്തുകയാണ്, സുജൂദ് ചെയ്യേണ്ടുന്നതിന്റെ ഭാഗമെത്തുകയാണ്. അള്ളാഹുവിന്റെ അനുമതിയാൽ സുജൂദ് ചെയ്യണമെന്ന് പറയുന്ന ആ ഭാഗമെത്തുന്നു. മക്കായിലെ മുശ്രിക്കുകളെല്ലാം പരിശുദ്ധ ഖുർആനിന്റെ പാരായണം കേട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം കഅബാലയത്തിൽ എല്ലാവരും തടിച്ചുകൂടും. അത് അവരുടെ കവിത വായിക്കുന്ന കേന്ദ്രമാണ്, അത് അവരുടെ വിഗ്രഹങ്ങളെ പൂജിക്കുന്ന കേന്ദ്രമാണ്. കഅബാലയത്തിൽ 300 ചില്ലാനം വിഗ്രഹങ്ങൾ. കഅബാലയത്തെ പ്രദക്ഷിണം വെച്ചുകൊണ്ട് തന്നെയാണ് ബലിതർപ്പണങ്ങൾ. കഅബാലയത്തിന്റെ മുമ്പിൽ ചെന്നു നിന്നുകൊണ്ട് തന്നെയാണ് ഇടിപൊട്ടുന്ന വേളയിൽ അവർ ലാത്തയോടും ഉസ്സയോടും ശരണം അർത്ഥിക്കുന്നത്.
റസൂലുള്ള അവയെ തൽക്കാലം കണ്ടില്ലെന്ന് നടിച്ചുകൊണ്ട് പരിശുദ്ധ ഖുർആനിന്റെ വചനങ്ങളുടെ ഇമ്പം കഅബാലയത്തിന്റെ അന്തരീക്ഷത്തിൽ പ്രസരിപ്പിക്കുന്നതിന് വേണ്ടി സൂറത്തുൻ നജ്മ് പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതെന്തൊരിമ്പമുള്ള വചനങ്ങളാണ് മുഹമ്മദ് പാരായണം ചെയ്യുന്നത് എന്ന് കണ്ടുകൊണ്ട് അവിടെയുള്ള ഇസ്ലാമിന്റെ ശത്രുക്കളെല്ലാം തന്നെ ഈ പാരായണത്തിൽ മുഴുകിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ അനുമതിയോടെ റസൂലുള്ളാഹി സജദയുടെ സുജൂദിലേക്ക് പോവുകയാണ്, തിലാവത്തിന്റെ സുജൂദിലേക്ക് പോവുകയാണ്. അബൂജഹൽ എന്ന് പറയുന്ന അഹങ്കാരി ഒഴികെ അത് കേട്ടുകൊണ്ടിരുന്ന മറ്റുള്ള എല്ലാ മുശ്രിക്കീങ്ങളും റസൂലുള്ളാഹിയുടെ കൂടെ സുജൂദിലേക്ക് പോയി എന്നാണ് ചരിത്രം. പ്രവാചകന്റെ പാരായണത്തിന്റെ ഇമ്പത്തിലും അതിന്റെ ആശയ സമ്പുഷ്ടിയിലും അലിഞ്ഞു ലയിച്ചു ചേർന്നുകൊണ്ട് റസൂലുള്ള ചെയ്തത് അതുപോലെ ചെയ്യുകയായിരുന്നു. ഇസ്ലാമിന്റെ ഖുർആനിന്റെ ശത്രുക്കളായിരുന്ന ആളുകൾ പോലും. അത് പരിശുദ്ധ ഖുർആനിന്റെ മാധുര്യമാണ്, അത് പരിശുദ്ധ ഖുർആനിന്റെ വശീകരണമാണ്, അത് പരിശുദ്ധ ഖുർആനിന്റെ കാമ്പും കഴമ്പുമാണ്. ബുഖാറ എന്ന് പറയുന്ന ഗോത്രത്തിന്റെ തലവൻ മുശ്രിക്കായ അബൂദുഗന്ന ഒരിക്കൽ ബർഖുൽ ഗിമാദി എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പിടിച്ചുകൊണ്ടുവരുന്നുണ്ട്. എന്തിനാണ് ബർഖുൽ ഗിമാദിൽ വെച്ച് തിരിച്ചു കൊണ്ടുവരുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അബുസീനിയയിലേക്ക് പലായനം ചെയ്യാൻ. എന്താണ് അബൂബക്കർ അബുസീനിയയിലേക്ക് പലായനം ചെയ്യാൻ? എനിക്ക് പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യണം, എനിക്ക് എന്റെ ആരാധനാ കർമ്മങ്ങൾ നിർവഹിച്ച് ജീവിക്കണം ഈ ഭൂലോകത്ത്. അതിന് ഒരു ഭൂമികയിൽ സാധ്യമല്ലെങ്കിൽ മറ്റൊരു ഭൂമികയിൽ. അബൂദുഗന്ന പറഞ്ഞു, അബൂബക്കർ, നിന്റെ സംരക്ഷണം ഞാനിതാ ഏറ്റെടുത്തിരിക്കുന്നു. നിന്നെ മക്കായിലുള്ള ആളുകളൊന്നും തന്നെ ഒന്നും ചെയ്യുകയില്ല, അതുകൊണ്ട് തിരിച്ചു വരണം. എന്നിട്ട് അബൂദുഗന്ന എന്ന് പറയുന്ന ബുഖാറ എന്ന മുശ്രിക്കുകളുടെ ഗോത്രത്തിന്റെ തലവനായ അബൂദുഗന്ന മക്കായിലെ ഖുറൈശി പ്രമുഖരെ കഅബാലയത്തിന്റെ അടുക്കലേക്ക് വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, അബൂദുഗന്ന എന്ന് പറയുന്ന ഞാനിതാ മുഹമ്മദിന് അബൂബക്കറിന് സംരക്ഷണം നൽകിയിരിക്കുകയാണ്, നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? അപ്പൊ മുശ്രിക്കുകൾ പറഞ്ഞത് എന്താണെന്നോ, ഞങ്ങളുടെ കുടുംബങ്ങളും കുട്ടികളും ഞങ്ങളുടെ ഭാര്യമാരും ഒന്നും കേൾക്കെ അബൂബക്കർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. അബൂബക്കർ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യാൻ പാടില്ല. ഇതായിരുന്നു അവർ വെച്ചിരുന്ന കണ്ടീഷൻ. കാരണം എന്തേ? അവർ അംഗീകരിക്കുകയാണ് ഈ പരിശുദ്ധ ഖുർആനിന് മാധുര്യമുണ്ട് എന്ന്. ജുബൈർ ഇബ്നു മുത്ഇം എന്ന് പറയുന്ന മുശ്രിക്കായ ഒരു മനുഷ്യൻ, അവിശ്വാസി, കഅബാലയത്തിന്റെ അടുക്കലൂടെ നടന്നു പോകുമ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സൂറത്തു തൂർ പാരായണം ചെയ്തുകൊണ്ട് നമസ്കാരം നിർവഹിക്കുകയാണ്. ഓരോ വാക്കുകളും അവസാനിക്കുന്ന രൂപം, ഓരോ വാക്കുകളിൽ നിന്നും തന്റെ മനസ്സിലേക്ക് ആപതിക്കുന്ന ഇടിമുഴക്കം, അത് തന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന പരിവർത്തനം, അത് തന്റെ മനസ്സിൽ ഉണ്ടാക്കുന്ന ഒരു വല്ലാത്ത മത്സരം, ഇതൊക്കെ കൂടെ കണ്ടുകൊണ്ട് ഈ മനുഷ്യന് പിന്നെ പിടിച്ചു നിൽക്കാൻ സാധ്യമായില്ല. സലാം വീട്ടിയ റസൂലുള്ളാഹിയുടെ അടുക്കൽ ചെന്നുകൊണ്ട് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു അന്ന മുഹമ്മദർ റസൂലുള്ളാഹ്, അദ്ദേഹം ഇസ്ലാം സ്വീകരിച്ചു. അത് പരിശുദ്ധ ഖുർആനിന്റെ ആ വജസ്സിന്റെ പ്രത്യേകതയാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അത് എല്ലാ ആളുകളെയും ഹഠാത് ആകർഷിച്ചിട്ടുണ്ട്. ലബീദ് ബിൻ റബീഅത്തുൽ ആമിരി, അദ്ദേഹത്തിന്റെ ചരിത്രം നമുക്കറിയാവുന്നതാണ്. ലബീദ് ബിൻ റബീഅത്തുൽ ആമിരി അദ്ദേഹം ജാഹിലിയ കാലഘട്ടത്തിലെ കവിയായിരുന്നു. ഈ ജാഹിലിയ കാലഘട്ടത്തിലെ കവിയായ ഈ മനുഷ്യൻ ഒട്ടനവധി തിന്മകൾ ചെയ്തിരുന്ന മനുഷ്യനാണ്. പരിശുദ്ധ ഖുർആനിന്റെ വശ്യമായ അതിന്റെ വാക്കുകളിലൂടെ കടന്നുപോയപ്പോൾ അദ്ദേഹത്തിന് ഇസ്ലാം സ്വീകരിക്കണമെന്ന് ആഗ്രഹമുണ്ടാവുകയാണ്.
അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. പക്ഷേ മക്കായിലെ മുശ്രിക്കുകൾ വല്ലാത്ത ഭീഷണികൾ മുഴക്കി. ആ ഭീഷണികൾക്ക് മുമ്പിലും അവസാനമായി അദ്ദേഹം ഒരു കവിത രചിക്കുകയാണ്. അൽഹംദുലില്ലാഹി ഇദ് ലം യഅതിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാലാ. മക്കായിലെ മുശ്രിക്കുകളെ, ഖുറൈശികളെ, ഇനി നിങ്ങൾക്ക് വേണ്ടി കവിത രചിക്കുവാൻ ലബീദിനെ കിട്ടുകയില്ല. അൽഹംദുലില്ലാഹി ഇദ് ലം യഅതിനി അജലി ഹത്താ ലബിസ്തു മിനൽ ഇസ്ലാമി സർബാലാ. ഇസ്ലാമിന്റെ പടയങ്കി അണിയുന്നത് വരേക്കും ലബീദ് ബിൻ റബീഅത്തുൽ ആമിരി എന്ന് പറയുന്ന എന്റെ ആയുസ് ഇവിടെ നീട്ടിത്തന്ന പടച്ച തമ്പുരാനെ, ലോകൈകനാഥ, നിനക്കാണ് സർവസ്തുതിയും. മുശ്രിക്കുകൾ വന്ന് നിർബന്ധിച്ചപ്പോ ലബീദ് ബിൻ റബീഅത്തുൽ ആമിരി പറയാണ്. എന്തേ കാരണം? ഇന്നാ അഅതൈനാകൽ കൗസർ ഫസല്ലി ലിറബ്ബിക വൻഹർ ഇന്ന ശാനിഅക ഹുവൽ അബ്തർ. മൂന്ന് വചനങ്ങളിലൂടെ എത്ര ആശയ സമ്പുഷ്ടിയാണ്. ഈ ആശയ സമ്പുഷ്ടി അത് ലോകൈകനാഥനല്ലാതെ വരുത്തുവാൻ സാധ്യമല്ല എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ലബീദ് ബിൻ റബീഅത്തുൽ ആമിരി ഇസ്ലാം സ്വീകരിച്ചുവെന്ന് ചരിത്രമാണ്. പരിശുദ്ധ ഖുർആൻ നടത്തിയ പ്രവചനങ്ങൾ അത്ഭുതകരമാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു തആല അൻഹു, ഒന്നിനും കഴിയാത്ത കറുത്ത് കാപ്പിരിയായ മനുഷ്യൻ, ഒരു സ്വാധീനവുമില്ലാത്ത മനുഷ്യൻ, കായബലം മാത്രമുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ദഅവത്ത് കേട്ടതിനു ശേഷം അദ്ദേഹത്തിന് മുനിഞ്ഞു കത്തുന്ന ഈമാൻ അദ്ദേഹത്തിന് മനസ്സിൽ കിട്ടി. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ കഴിഞ്ഞുകൂടി. രാത്രി കാലങ്ങളിലൊക്കെ പ്രവാചകന്റെ അടുക്കലേക്ക് പോകും. നേരം വെളുക്കാനാകുമ്പോ യജമാനന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകും. അങ്ങനെ എത്രയെത്ര അടിമകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ഈ ഇസ്ലാമിന്റെ, ഈ പരിശുദ്ധ ഖുർആനിന്റെ വെള്ളി വെളിച്ചത്തിലേക്ക് രഹസ്യമായി കടന്നു വന്നത്. അമ്മാർ ഇബ്നു യാസിർ റളിയല്ലാഹു അൻഹു, സുമയ്യ റളിയല്ലാഹു തആല അൻഹ, യാസിർ റളിയല്ലാഹു തആല അൻഹു, എത്രയെത്ര അടിമകൾ. ഈ അടിമകൾ നിലനിൽക്കുന്ന കാലം ഇസ്ലാമിന് ഒന്നും തന്നെ അടിമകൾ ഏറ്റുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പ്രഹരങ്ങൾക്ക്, താടനകൾക്ക്, മർദ്ദനങ്ങൾക്ക് തിരിച്ചു ഒന്നും പ്രതികരിക്കുവാൻ സാധ്യമല്ലാതിരുന്ന ഒരു കാലം. ആ കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആനിന്റെ ഒരു വചനമിറങ്ങി. വഅദല്ലാഹു അല്ലദീന ആമനൂ മിൻകും വഅമിലുസ് സാലിഹാത്ത് ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ. ഇസ്ലാമിന്റെ ആദ്യ കാലഘട്ടത്തിൽ അവതീർണമായ ഒരായത്താണ്. പടച്ച തമ്പുരാൻ ഇതാ നിങ്ങൾക്ക് വാഗ്ദത്തം നൽകുന്നു. അല്ലദീന ആമനൂ മിൻകും, നിങ്ങളിൽ നിന്ന് വിശ്വാസികളായിട്ടുള്ള ആളുകൾക്ക്, വഅമിലു സാലിഹാത്ത്, സൽക്കർമ്മങ്ങളെമ്പാടും പ്രവർത്തിക്കുന്ന ആളുകൾക്കിതാ പടച്ച തമ്പുരാന്റെ വാഗ്ദാനമാണ്. ലയസ്തഖ്ലിഫന്നഹും ഫിൽ അർളി കമാ ഇസ്തഖ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്ക് പ്രാതിനിധ്യം നൽകിയതുപോലെ നിങ്ങൾക്ക് പ്രാതിനിധ്യം നൽകും. നിങ്ങൾക്ക് ഈ രാജ്യത്തിന്റെ ഭരണം കിട്ടുമെന്ന് പടച്ച തമ്പുരാൻ പറയുകയാണ്. എല്ലാ ദിവസവും നട്ടുച്ചക്ക് സൂര്യന്റെ താപം ഏറ്റുകൊണ്ട് ചാട്ടുളിയേൽക്കുന്ന ബിലാൽ ഇബ്നു റബാഹെ, നിനക്ക് ഈ രാജ്യത്തിന്റെ ഭരണാധികാരം കിട്ടുമെന്ന് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനം. വലയുമക്കിനന്ന ലഹും ദീനഹും അല്ലദീ ഇർതദാ ലഹും, നിങ്ങൾ തൃപ്തിപ്പെട്ടിരിക്കുന്ന
കൊണ്ടിരിക്കുന്ന നിങ്ങളുടെ ഈ മതത്തിൽ നിങ്ങൾക്ക് സ്വാധീനമുണ്ടാകും. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഈ പേടിപ്പാടിനും ഭയപ്പാടിനും ശേഷം നിങ്ങളുടെ മനസ്സിൽ നിർഭയത്വം കൈവരുമെന്ന് എല്ലാ ദിവസവും ഉച്ചക്ക് മണലാരണ്യത്തിലേക്ക് അങ്ങാടി പിള്ളേർ കയറ് കെട്ടി വലിച്ചു കൊണ്ടുപോവുകയും നെഞ്ചിൻ കൂടിന്റെ മുകളിൽ വലിയ പാറക്കല്ല് കയറ്റി വെച്ചുകൊണ്ട് അങ്ങാടി പിള്ളേർ ഈ മണലാരണ്യത്തിലൂടെ വലിക്കുകയും ചെയ്യുമ്പോ അഹദ് അഹദ് എന്ന മന്ത്രം മാത്രം ഉച്ചരിച്ചുകൊണ്ട് കറുത്ത് കാപ്പിരിയായ അടിമയായി പോയതിന്റെ പേരിൽ ക്രൂരമായ മർദ്ദനങ്ങൾ ഏൽക്കേണ്ടി വന്ന, ഇസ്ലാമിന്റെ അഹദിന്റെ മന്ത്രണം ഉച്ചരിച്ചു എന്നതിന്റെ പേരിൽ ക്രൂരമായ പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്ന ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് പരിശുദ്ധ ഖുർആനിന്റെ പ്രഖ്യാപനമാണ്, നിങ്ങൾക്ക് ഈ ഭൂമിയുടെ ഭരണാധികാരം ലഭ്യമാകുമെന്ന്. വർഷമധികം കഴിയുന്നതിന്റെ മുമ്പ് മദീനയുടെ തെരുവോരങ്ങളിൽ നിന്ന് റസൂലുള്ള 10,000 ചില്ലാനം വരുന്ന മുസ്ലിമീങ്ങളുമായി മക്കയിലേക്കൊരു യാത്ര നടത്തുന്നുണ്ട്. മക്ക വിജയം, മക്കം ഫത്ഹ് എന്ന് പേരിട്ട് വിളിച്ചിരിക്കുന്ന വിജയകരമായ ഇസ്ലാമിന്റെ വിപ്ലവമുയർത്തിയ മത്സരത്തിന്റെ ഗാഥയോതിയ ഒരു യാത്ര. 10,000 ചില്ലാനം വരുന്ന മനുഷ്യരെല്ലാവരും കൂടെ മക്കായുടെ മണ്ണിൽ ഒരുമിച്ച് കൂടുമ്പോ റസൂലുള്ള പറയുകയാണ്, അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർ അഭയമുണ്ട് എന്ന്. ആരാണ് ഈ അബൂ സുഫിയാൻ? ആരാണ് ഈ അബൂ സുഫിയാൻ? ഇസ്ലാമിനെതിരെ ബദർ എന്ന് പറയുന്ന ഒന്നാമത്തെ യുദ്ധത്തിന് കാരണഭൂതനായിരിക്കുന്ന, കച്ചവടം നടത്തിയിരിക്കുന്ന ആ കച്ചവടത്തിലെ ആ വർത്തകരിലെ പ്രമാണിയായി ആ കച്ചവടത്തിന് നേതൃത്വം നൽകിയവനാണ് അബൂ സുഫിയാൻ. ഉഹദിന്റെ രണാങ്കണത്തിൽ ഇസ്ലാമിനെതിരെ അടരാടുന്നതിന് വീര്യവും ധൈര്യവും പകർന്നവനാണ് അബൂ സുഫിയാൻ. ഇസ്ലാമിൽ ഒട്ടനവധി യുദ്ധങ്ങൾക്ക്, ഇസ്ലാമിനെതിരായിട്ടുള്ള ഒട്ടനവധി യുദ്ധങ്ങൾക്ക് ശത്രു സഹോദരങ്ങൾക്ക് ധൈര്യവും സ്ഥൈര്യവും കായബലവും നൽകിയവനാണ് അബൂ സുഫിയാൻ. ഇസ്ലാമിലെ പതികരായിരിക്കുന്ന, പാവപ്പെട്ടവരായിരിക്കുന്ന ഒരുപാട് അടിമകൾക്ക് മർദ്ദനങ്ങളും താടനകളും ദണ്ഡനങ്ങളും നൽകിയവനാണ് ഈ അബൂ സുഫിയാൻ. ഒരു പതിറ്റാണ്ടിന് ശേഷം മദീനയിൽ നിന്നുള്ള വിജയഗാഥ ഇവിടെ മക്കായുടെ മണ്ണിലെത്തിയപ്പോൾ റസൂലുള്ള പറയുകയാണ്, പേടിച്ചരണ്ട് വീടിനകത്തളം പൂകിയിരിക്കുന്ന അബൂ സുഫിയാന്റെ വീട്ടിൽ കയറിയവർക്കും അഭയം. അബൂ സുഫിയാൻ പേടിച്ചരണ്ടിരിക്കുകയാണ്. പതിറ്റാണ്ടുകൾക്ക് ശേഷം അതാ മുസ്ലിമീങ്ങൾ തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, എവിടെയാണ് കഅബാലയത്തിന്റെ താക്കോൽ കിടക്കുന്നത്? ഉസ്മാൻ ഇബ്നു തൽഹയുടെ കൈകളിലാണ് കഅബാലയത്തിന്റെ താക്കോൽ. പ്രവാചകൻ പറഞ്ഞു, ആ കഅബാലയത്തിന്റെ താക്കോൽ ഇങ്ങ് കൊണ്ടുവാ. വിറക്കുന്ന കരങ്ങളാലെ ഉസ്മാൻ ഇബ്നു തൽഹ ഇതാ കൊണ്ടുവരികയാണ്. എന്നിട്ട് റസൂലുള്ളാഹിയുടെ കരങ്ങളിൽ അവ ഏൽപ്പിക്കുകയാണ്. പ്രവാചകൻ അതൊന്ന് കഴുകി വൃത്തിയാക്കി കഅബാലയത്തിന്റെ ഉള്ളിൽ പ്രവേശിച്ച് 2 റക്അത്ത് നമസ്കരിച്ചു. എന്നിട്ട് തിരിച്ചിറങ്ങിയിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ കഅബാലയത്തിന്റെ താക്കോൽ തിരിച്ചേൽപ്പിക്കുകയാണ്. സഹാബത്തൊക്കെ തന്നെ അതാ ആരുടെ കൈകളിലാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത് തിരിച്ചേൽപ്പിക്കുക എന്നറിയുന്നതിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുകയാണ്. ആ സമയത്ത് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ഒരാത്മകഥം നടത്തുന്നുണ്ട് മനസ്സിൽ. അത് പിന്നീട് അദ്ദേഹം എഴുതി രേഖപ്പെടുത്തുകയാണ് ഒരു പുസ്തകത്തിൽ. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്,
റസൂലുള്ള തന്റെ കരളിന്റെ കഷ്ണത്തെ ഒരു ദിവസം എനിക്ക് കൈപിടിച്ചേൽപ്പിച്ചു തന്നിട്ടുണ്ട്. എനിക്കേറെ സന്തോഷകരമായ, എന്റെ ജീവിതത്തിലെ സന്തോഷകരമായ നിമിഷമാണ് തന്റെ കരളിന്റെ കഷ്ണമായ ഫാത്തിമയെ എനിക്ക് കൈപിടിച്ചേൽപ്പിച്ചു തന്ന ആ നിമിഷം. എനിക്കിപ്പോൾ സന്തോഷമുണ്ടാകുമെന്ന് അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു ആത്മഗതം നടത്തുന്ന വേളയിൽ റസൂലുള്ള പോകുന്നത് ആരുടെ കരങ്ങളിൽ നിന്നാണോ താൻ ഈ താക്കോല് കൈപ്പറ്റിയത് അവരിലേക്കു തന്നെയാണ്. ആ മുശ്രിക്കിന് തന്നെ, ആ ഖുറൈശിക്ക് തന്നെ തിരിച്ചു കൊടുത്തുകൊണ്ട് റസൂലുള്ള തന്റെ സഹിഷ്ണുത പ്രകടമാക്കുകയാണ്. നോക്കണം, ഞാൻ സൂചിപ്പിച്ചു വന്നത് അങ്ങനെ ഒരവസ്ഥയിലേക്ക് മക്കയെ കൊണ്ടുവരുവാൻ ഇസ്ലാമിന് ആയി എന്നുള്ളതാണ്. അതിന് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ഇതൊന്നും തന്നെ ചിന്തിക്കുവാൻ സാധ്യമല്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധ ഖുർആൻ ഇത് പ്രഖ്യാപിച്ചു. അത് അപ്പടി നടപ്പിലായി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് ആളുകൾ വന്നിട്ട് ചോദിച്ചു, ഈ മർദ്ദനങ്ങൾക്കും പീഡനങ്ങൾക്കും എന്നാണ് ഒരു മാറ്റമുണ്ടാവുക എന്ന്. അപ്പൊ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, സ്വൻആയിൽ നിന്ന് ഹദർമൗത്ത് വരേക്കും ഒരു പെണ്ണിന് ഒറ്റക്ക് സഞ്ചരിക്കുവാൻ സാധ്യമാകുന്ന ഒരു കാലം ഇവിടെ ഉണ്ടാകുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവചിക്കുകയാണ്. ഇസ്ലാം, ഖുർആൻ, പ്രവാചകൻ എന്ന വിഷയം നമ്മൾ കൈകാര്യം ചെയ്യുമ്പോൾ നമ്മൾ എടുത്തു പറയേണ്ടുന്ന ഒന്നാണ് ഇന്ന് ലോകത്തിന്റെ സംസ്കാരം. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്ത് ഇനിയുള്ള സകലമാന മാനവർക്കുമുള്ള പ്രവാചകൻ ഒരു സമൂഹത്തിന്റെ കൾച്ചർ എണ്ണുന്നുണ്ട്. ഒരു സമൂഹത്തിന്റെ കൾച്ചർ എന്താണ് എന്ന് എണ്ണി മനസ്സിലാക്കി കൊടുക്കുന്നുണ്ട്. ആ കൾച്ചർ എന്ന് പറയുന്നത്, സിവിലൈസേഷൻ എന്ന് പറയുന്നത്, നാഗരികത എന്ന് പറയുന്നത്, സംസ്കാരം എന്ന് പറയുന്നത്, കൾച്ചർ എന്ന് പറയുന്നത് സ്ത്രീയുടെ സുരക്ഷിതത്വമാണെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്. സ്വൻആയിൽ നിന്ന് ഹദർമൗത്ത് വരേക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ആടുകളെ സംബന്ധിച്ചിടത്തോളം ചെന്നായ പിടിക്കുമെന്നുള്ള ഭയപ്പാടല്ലാതെ മറ്റൊരു ഭയപ്പാടുമില്ലാതെ സ്ത്രീകൾക്ക് സുരക്ഷിതമായി ഒറ്റക്ക് സഞ്ചരിക്കാവുന്ന ഒരു കാലമിതാ നിങ്ങൾക്ക് വരാനുണ്ടെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു. ആ പ്രവചനം യാഥാർത്ഥ്യമായി എന്നത് മാത്രമല്ല ഇവിടെ നമ്മൾ ചർച്ചക്കിടേണ്ടുന്നത്, അത് ഒരു സംസ്കാരത്തെയാണ് റസൂലുള്ള പഠിപ്പിച്ചത്. അത് സിവിലൈസേഷൻ, നാഗരികതയുണ്ടായി എന്നുള്ളതിന്റെ അടയാളമായിട്ട് പ്രവാചകൻ പറയുകയാണ്, സമൂഹത്തിലെ പെണ്ണ് സുരക്ഷിതമാണോ എങ്കിൽ ആ നാട് സംസ്കാര സമ്പന്നമായി എന്നാണ്. ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് എല്ലാ അർത്ഥത്തിലും പെണ്ണിനെ അവമതിക്കുന്ന ഒരു കാലഘട്ടത്തിലേക്ക് മനുഷ്യൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാര്യങ്ങൾ പറയുവാൻ ഉള്ള ഒരു സമയമല്ല, ഞാൻ അവസാനിപ്പിക്കുകയാണ്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് മനുഷ്യന്റെ എല്ലാ അർത്ഥതലങ്ങളിലും ഇടപെട്ടതാണ്. പ്രപഞ്ചത്തിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചു പോലും ഖുർആൻ പ്രവചനം നടത്തിയിട്ടുണ്ട്. അതല്ലെങ്കിൽ ഖുർആൻ അതിന്റെ രഹസ്യത്തെ, അതിന്റെ വിസ്മയത്തെ മനുഷ്യന്റെ മുമ്പിൽ തുറന്നു വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് നാം ദൈവമാണ് എന്ന് അംഗീകരിക്കുവാൻ ഭയമുണ്ട് എങ്കിൽ, നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ആ ആളുകളെ വിളിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അവലം യറല്ലദീന കഫറു, സത്യനിഷേധികളായ ആളുകൾ, അള്ളാഹുവിനെ ദൈവമായി അംഗീകരിക്കുവാൻ സാധ്യമല്ലാത്ത മനുഷ്യരെ വിളിച്ചിട്ട് ആ ആളുകൾ കണ്ടില്ലയോ എന്ന് ചോദിച്ചിട്ട് പരിശുദ്ധ ഖുർആൻ പറയുകയാണ്, അന്നസ്സമാവാതി വല്ലർള കാനതാ റത്ഖൻ ഫഫതഖ്നാഹുമാ.
ഈ ആകാശത്തെയും ഭൂമിയെയും കണ്ടില്ലയോ? കാനത്താ റത്ഖൻ, അത് ഒട്ടിച്ചേർന്ന് നിൽക്കുന്നതായിരുന്നു. ഫഫതഖ്നാഹുമാ, നാം എന്നിട്ട് അതിനെ പൊട്ടിച്ചു കളഞ്ഞു, നാം അതിനെ വേർപ്പെടുത്തിയെന്ന്. ഇന്ന് ശാസ്ത്രം പറയുന്നതും അതുതന്നെയാണ്. ശാസ്ത്രം അതിന് ബിഗ് ബാങ് തിയറി എന്ന് പറഞ്ഞ് പേരിട്ട് വിളിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് ആകാശവും ഭൂമിയും ഒട്ടിച്ചേർന്ന് നിന്നിരുന്ന ആകാശവും ഭൂമിയും പിന്നീട് രണ്ടായി മാറിയിട്ട് ബിഗ് ബാങ് തിയറിയിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനെ രണ്ടാക്കി മാറ്റി എന്നാണ്. ഞാൻ അത് പറയാനല്ല ഈ ആയത്ത് ഇവിടെ ഉദ്ധരിച്ചത്. ഇനി ഇതിന്റെ ഉൽപ്പത്തിയെ സംബന്ധിച്ചാണ്, ഭൂമിയുടെ ഉൽപ്പത്തിയെ സംബന്ധിച്ചാണ് പരിശുദ്ധ ഖുർആൻ ഈ പ്രഖ്യാപനം നടത്തിയത്. അത് ശാസ്ത്രം അംഗീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. എങ്കിൽ ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും വലിയ ശാസ്ത്രകാരനായിരിക്കുന്ന ബ്രിട്ടീഷ് പൗരനായ സ്റ്റീഫൻ ഹോക്കിൻസ് ഈ ഭൂമിയുടെ അന്ത്യം എങ്ങനെയായിരിക്കും എന്ന് പറയുന്നത്, ഒരു ബിഗ് ബാങ്ങിലൂടെയാണ് ഭൂമി ഉണ്ടായത് എങ്കിൽ, ഒരു ബിഗ് ക്രാഷിലൂടെയാണ് ഈ ഭൂമി നശിക്കുക എന്ന് അദ്ദേഹം എഴുതി വച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിന് സംസാരിക്കുവാൻ സാധ്യമല്ലാതെ, ചലിക്കുവാൻ സാധ്യമല്ലാതെ, ഇന്നും അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തെ ചലിപ്പിച്ചുകൊണ്ട് ഒരു ദിവസം തന്നെ ലക്ഷക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ച്, അത്രയും വിലപിടിപ്പുള്ള മസ്തിഷ്കമായതുകൊണ്ട് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തിന് മരണം സംഭവിക്കാതിരിക്കുവാൻ കോടി ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് അദ്ദേഹത്തിന്റെ മസ്തിഷ്കത്തെ സംരക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ് സ്റ്റീഫൻ ഹോക്കിൻസിന്റെ. അദ്ദേഹം പറഞ്ഞു, ഇനി ഒരു ബിഗ് ക്രാഷിലൂടെയാണ് ഈ ലോകത്തിന്റെ അന്ത്യമുണ്ടാവുക എന്ന്. അതും പരിശുദ്ധ ഖുർആൻ ജനങ്ങളുടെ മുമ്പിൽ തുറന്നു കാണിച്ചു കൊടുത്തു. ഇദാ സുൽസിലത്തിൽ അർദു സിൽസാലഹാ വഅഖറജത്തിൽ അർദു അസ്ഖാലഹാ വഖാലൽ ഇൻസാനു മാ ലഹാ യൗമഇദിൻ തുഹദ്ദിസു അഖ്ബാറഹാ ബിഅന്ന റബ്ബക ഔഹാ ലഹാ. സഹോദരങ്ങളെ, ഇത് പഠിപ്പിക്കുന്നതിന് വേണ്ടിയായിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിലേക്ക് വന്നത്. ആ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഭൂമിയിലേക്ക് വന്നിട്ട് തന്റെ ആധിപത്യം സ്ഥാപിക്കുന്നതിനും അധികാരത്തിൽ ഇരിക്കുന്നതിനും വേണ്ടിയല്ല ശ്രമിച്ചത്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഒരു ചക്രവർത്തിയാകുവാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ട് കൂടി കറുത്ത ഒരു കരിമ്പടത്തിനുള്ളിൽ, ഒരു കമ്പിളി പുതപ്പിനുള്ളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒതുങ്ങിക്കൂടുകയായിരുന്നു. എന്നിട്ട് 23 വർഷക്കാലം കൊണ്ട് സാത്വികനായ വിനയാന്വിതനായ അല്ലാഹുവിന്റെ റസൂൽ ഈ മനുഷ്യരെ പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന മനുഷ്യന്റെ മുമ്പിൽ വിസ്മയകരമായ ഈ പ്രപഞ്ചത്തെ വിസ്തരിച്ച് മനസ്സിലാക്കി കൊടുക്കുന്ന ഈ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണം നടത്തുന്നതിനു വേണ്ടി ജീവിച്ചു മരിച്ചുപോയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ റിസാലത്ത് പരിപൂർത്തീകരിക്കുകയായിരുന്നു. അതിനുവേണ്ടിയാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നത്. പ്രിയമുള്ള സഹോദരങ്ങളെ, ലോകത്തിന്റെ മുമ്പിൽ ലോകത്തിലെ സകലമാന മനുഷ്യർക്കും ഒന്നിച്ചു പുൽകുവാൻ ഒരു മതത്തെ പരിശുദ്ധ ഖുർആൻ, അതല്ലെങ്കിൽ പ്രപഞ്ചത്തിന്റെ നാഥൻ പറഞ്ഞുകൊടുക്കുന്നുവെങ്കിൽ അത് പരിശുദ്ധ ഇസ്ലാമാണ്. ആ ഇസ്ലാം എന്ന് പറയുന്നത് ഏതൊരു മനുഷ്യനും പുൽകുന്നതിന് ഒരു പ്രയാസവുമില്ലാതെ, ഒരാളെയും അവരുടെ അഭിമാനത്തെ അവമതിക്കാതെ ദൈവികമായ ബോധത്തെ പ്രപഞ്ചത്തിന്റെ നാഥൻ മനുഷ്യന് മുമ്പിൽ തുറന്നു വെക്കുന്നുണ്ട്. കാരണം ഏതെങ്കിലും ഒരു കുലദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഏതെങ്കിലും ഒരു കബീലയുടെ ദൈവത്തെ വിശ്വസിക്കുന്നുവെങ്കിൽ, ഇതര കബീലക്കാർക്ക് അത് അവരുടെ വിശ്വാസത്തെ അവമതിക്കലാവും. പക്ഷേ പ്രപഞ്ചത്തിന്റെ നാഥൻ തുറന്നു വെക്കുന്ന ദൈവിക ബോധമെന്ന് പറയുന്നത് നിങ്ങളെ സൃഷ്ടിച്ച,
ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ച, വിസ്മയിപ്പിക്കുന്ന പ്രപഞ്ചത്തിലെ സകലമാന സംഗതികളെയും നിയന്ത്രിച്ചു പോരുന്ന എല്ലാവരുടെയും ദൈവമായ അല്ലാഹുവിനെ നിങ്ങൾ പുലുകുക എന്നുള്ളതാണ്. ആ അല്ലാഹു നൽകിയിരിക്കുന്ന വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. ആ പരിശുദ്ധ ഖുർആനിനെ പ്രയോഗവൽക്കരിച്ച് കാണിച്ചു കൊടുക്കുന്നതിനു വേണ്ടി 23 വർഷക്കാലത്തെ പ്രയോഗവൽക്കരണത്തിനു വേണ്ടി ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സംബന്ധിച്ച് വിസ്തരിക്കുകയാണെങ്കിൽ ഒരുപാട് സംഗതികൾ പറയാനുണ്ടാവും. ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. സഹോദരങ്ങളെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് നമ്മുടെ ഭാഗ്യമാണ് ഇത്. ഇസ്ലാം എന്ന് പറയുന്നത് നമ്മുടെ ഭാഗ്യമാണ്. പരിശുദ്ധ ഖുർആൻ തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുന്നുണ്ട്, ഇന്നക ലാ തഹ്ദി മൻ അഹ്ബബ്ത വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. മുഹമ്മദേ, പ്രവാചകരെ, താങ്കൾക്ക് താങ്കൾ ഉദ്ദേശിക്കുന്ന ആളുകളെ ഈ ഹിദായത്തിലേക്ക് കൊണ്ടുവരാൻ സാധ്യമല്ല. വലാകിന്നല്ലാഹ യഹ്ദി മൻ യശാ. അല്ലാഹു അവരുദ്ദേശിക്കുന്നവരെ ഈ ഹിദായത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇസ്ലാം എന്ന് പറയുന്ന ഹിദായത്തിലേക്ക് ജനിച്ചു വീഴാൻ ഭാഗ്യം കിട്ടിയ ആളുകളാണ് നമ്മൾ. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്ന വേദഗ്രന്ഥത്തിന്റെ മൊത്തക്കുത്തക അവകാശപ്പെടുന്ന ആളുകളാണ് നമ്മൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കുവാനും അവരുടെ ശരണികളെ പുൽകുവാനും അവരെ റോൾ മോഡലായി ഗൗനിച്ചുകൊണ്ട് തന്റെ ജീവിതത്തെ അതേപോലെ വാർത്തെടുക്കുവാനും ലഭ്യമായിരിക്കുന്ന സൗഭാഗ്യം എന്ന് പറയുന്നത്, ഇതിനേക്കാൾ വലിയ ഒരു ഭാഗ്യമില്ല എന്ന് ജീവിതം കൊണ്ട് നമ്മൾ വിശ്വസിക്കണം. നമ്മൾ മുസ്ലിമീങ്ങളാണ്. ഇസ്ലാം ആവുക എന്നതിനേക്കാൾ വലിയ സൗഭാഗ്യമില്ല. പരിശുദ്ധ ഖുർആൻ പഠിക്കുവാൻ സാധ്യമാവുക എന്നതിനേക്കാൾ വലിയ സൗഭാഗ്യമില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ന് പറയുന്ന 23 വർഷക്കാലത്തെ പരിശുദ്ധ ഖുർആനിന്റെ പ്രയോഗവൽക്കരണത്തെ അനുധാവനം ചെയ്യുക എന്ന് പറയുന്നതിനേക്കാൾ വലിയ ഒരു റോൾ മോഡലിനെ പിൻപറ്റലുമില്ല. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ ജീവിതത്തിൽ അത് കാണട്ടെ. പടച്ച തമ്പുരാൻ അതിന് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ പാക പിഴവുകളെയും പുറത്ത് പരിഹരിച്ച് മാപ്പാക്കി നൽകുമാറാവട്ടെ. ഇസ്ലാമിൽ നിന്നുകൊണ്ട് മുസ്ലിമായി മരിക്കുവാൻ, മുഅ്മിനായി പടച്ച തമ്പുരാനെ കണ്ടുമുട്ടുവാൻ സാധ്യമാകുന്ന സൗഭാഗ്യവാന്മാരുടെ കൂട്ടത്തിൽ പ്രപഞ്ചത്തിന്റെ നാഥൻ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 وبرحمتك يا أرحم الراحمين. السلام عليكم ورحمة الله.